ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 4th സ്റ്റാൻഡേർഡിൽ ഇന്ന് നടന്ന EVS എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതായത് 2025-26 അധ്യയന വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു കൂട്ടുകാരെ? പ്രവർത്തനം 1-ൽ A, B എന്നിങ്ങനെ രണ്ടെണ്ണം ഉണ്ടല്ലേ. അപ്പോൾ ഒന്നിന് മാത്രം പൂർണ്ണമായും ഉത്തരം എഴുതിയാൽ മതി. പ്രവർത്തനം 1A കലകളെ അറിയാം എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അവിടെ നോക്കൂ, കലാരൂപങ്ങൾ നൽകിയിട്ടുണ്ടല്ലേ താഴെ. എന്തൊക്കെയാണ് നമുക്ക് അവിടെ കൊടുത്തിട്ടുള്ളതെന്ന് മനസ്സിലായല്ലോ. ദെൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രത്തിൽ നൽകിയിരിക്കുന്ന കലാരൂപങ്ങൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. തുള്ളലുണ്ട്, പിന്നെ ഏതാണ് അത് കൂട്ടുകാരി? തുള്ളലുണ്ട്, കഥകളിയാണല്ലേ, കഥകളിയും ഒപ്പനയും. പിന്നെ എന്താ കൂട്ടുകാരി എഴുതിയിട്ടുള്ളത്? കഥകളി, ഒപ്പന. ഇതിനടുത്ത ചോദ്യം നോക്കാം. ഈ കലാരൂപങ്ങളിൽ ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് കുറിപ്പ് എഴുതുക. അപ്പോൾ ഈ മൂന്നെണ്ണത്തിനെ കുറിച്ചും അറിയാമല്ലോ കൂട്ടുകാർക്ക്. ഏതെങ്കിലും ഒന്നിനെ കുറിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ കുറിപ്പായിട്ട് എഴുതുക. ഓക്കെ, ഇത് നെക്സ്റ്റ് കൊടുത്തു നോക്കൂ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ വായിച്ച് ശരിയുത്തരം കണ്ടെത്തെഴുതുക. സ്ത്രീകളുടെ സംഘനൃത്തമാണ് കഥകളി. ക്രിസ്തുമത ചരിത്രം വിവരിക്കുന്ന പാട്ടുകളാണ് മാർഗംകളിയിൽ ആലപിക്കുന്നത്. വിവാഹ തലങ്ങളിലെ സംഘനൃത്തമാണ് ഒപ്പന. അപ്പോൾ ഇതിൽ 2C ശരി എന്ന് കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതിൽ ഏതാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്? BC ശരിയാണ് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ. ഇവിടെ നൽകിയിട്ടുള്ളതിൽ കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. അപ്പോൾ എന്താണ്? BC എന്നിവയാണ് ഇതിൽ ശരി. ഏതാണ്? ഓപ്ഷൻ BC ആണ് ഇതിൽ ശരിയായിട്ടുള്ളത്. ഓക്കെ, ദെൻ സംഗീത നൃത്ത കലാരൂപങ്ങൾ. തൃശ്ശൂർ കലോത്സവത്തിൽ അവതരിപ്പിച്ച ചില കലാരൂപങ്ങൾ ചുവടെ നൽകുന്നു. ഇവയെ തരം തിരിച്ച് എഴുതുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവയെ നമ്മൾ എങ്ങനെയാണ് തരം തിരിച്ചെഴുതുക? നൃത്ത കലാരൂപങ്ങളും സംഗീത കലാരൂപങ്ങൾ എന്നിങ്ങനെ രണ്ടായി തരം തിരിച്ചെഴുതണം അല്ലേ. മനസ്സിലായല്ലോ. ഇവിടെ നോക്കൂ, നൃത്തവുമുണ്ട് അതുപോലെ തന്നെ സംഗീതവുമുണ്ട് അല്ലേ. നൃത്തങ്ങൾ ഒപ്പന, തിരുവാതിര, അതുപോലെ തന്നെ തുള്ളലൊക്കെ ഉണ്ടല്ലേ, മാർഗംകളിയൊക്കെ ഉണ്ട്. ഇനി നോക്കൂ, ലളിതഗാനം, മാപ്പിളപ്പാട്ട്, നാടൻ പാട്ട്, അതൊക്കെ എന്താണ്? സംഗീതമാണല്ലേ. ഓക്കെ, അതുപോലെ തരംതിരിച്ച് നിങ്ങൾ എഴുതിയിട്ടുണ്ടല്ലോ. ഇവിടെ നോക്കൂ, നൃത്ത കലാരൂപങ്ങൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പം ഇനി ഈ ഒരു ബോക്സിൽ എന്ത് ചെയ്യുക? സംഗീത കലാരൂപങ്ങൾ എന്ന് എഴുതാം. ഓക്കെ, ദെൻ സൂചനകളിൽ നിന്നും കലാരൂപം ഏതെന്ന് തിരിച്ചറിയുക എന്നാണ് അല്ലേ പറഞ്ഞിട്ടുള്ളത്. വടക്കൻ കേരളത്തിൽ പ്രചാരത്തിലുള്ള കലാരൂപം പ്രധാന വാദ്യോപകരണമായി ചെണ്ട ഉപയോഗിക്കുന്നു. ഏതാണെന്ന് മനസ്സിലായല്ലോ നമുക്ക്. ഏതാ കൂട്ടുകാരെ? തെയ്യമാണല്ലേ. ആൻസർ എന്താണ്? തെയ്യം. ഈ തിരുവാതിരക്കളി, മാർഗംകളി എന്നിവയുടെ വേഷവിധാനം സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏവ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. മാർഗംകളിക്ക് ചട്ടയും മുണ്ടുമാണ് വേഷം. തിരുവാതിരക്കളിക്ക് കേരളീയ ധരിക്കുന്നത്. രണ്ട് കലാരൂപങ്ങൾക്കും കസവ് സാരിയാണ് ഉപയോഗിക്കുന്നത്. ഇവയ്ക്ക് പ്രത്യേക വേഷവിധാനങ്ങളില്ല. അപ്പോൾ ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? നമുക്ക് ഒറ്റ ഇതിൽ തന്നെ കണ്ടാൽ മനസ്സിലാവും അല്ലേ ഏതാണ് ശരിയായിട്ടുള്ളത്. അതെ, 1ഉം 2ഉം ശരിയാണല്ലേ. അപ്പോൾ ആൻസർ എന്താണ്? 1ഉം 2ഉം ശരിയാണ്. ഇനി പ്രവർത്തനം 2, പലതരം പക്ഷികൾ. പക്ഷികളുടെ ശരീരഭാഗങ്ങൾ തിരിച്ചറിഞ്ഞ് അവയുടെ ആഹാര സമ്പാദന രീതിക്കനുസരിച്ച് അവ ഏത് വിഭാഗത്തിൽപ്പെടുന്നവയെന്ന് എഴുതുക എന്നല്ല പറഞ്ഞിട്ടുള്ളത്. ആദ്യത്തെ നോക്കൂ, ഒരു കൊക്കിൻ്റെ ചിത്രമാണല്ലേ നൽകിയിട്ടുള്ളത്. അപ്പോൾ ഇത് എങ്ങനെയാണ്? വെള്ളത്തിൽ ഇര തേടുന്നവരാണല്ലേ. ഇനി ഇവിടെ നോക്കൂ, ഒരു പരുന്തിൻ്റെ കാലുകളല്ലേ നൽകിയിട്ടുള്ളത്. അത് എങ്ങനെയാവും? ഇരയെ റാഞ്ചി പിടിക്കുന്നവരായിരിക്കും അല്ലേ. ഇരയെ എന്താണ്? റാഞ്ചി പിടിക്കുന്നവർ. അപ്പോൾ ഇവിടെ നിങ്ങൾ എന്താ എഴുതേണ്ടത്? ഇരയെ റാഞ്ചി പിടിക്കുന്നവർ. ഇവിടെ ഇരയെ റാഞ്ചി പിടിക്കുന്നവർ. ഇനി ഇവിടെ നെക്സ്റ്റ് നോക്കൂ, കുരുവിയാണല്ലേ. തേൻകുരുവിയുടെ ഒരു കൊക്കാണ് ഇവിടെ കൊടുത്തുള്ളത്. അതിൻ്റെ പ്രത്യേകത എന്താ? അതെങ്ങനെയായിരിക്കും ഇര തേടുക? അത് നമുക്കറിയാം അല്ലേ. തേൻ നുകരുന്നവരാണല്ലേ. അതെങ്ങനെയാണ്? തേൻ നുകരുന്നവർ. ഇവിടെ എന്തെഴുതണം നിങ്ങൾ? തേൻ നുകരുന്നവർ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പക്ഷികളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തി കടങ്കഥകൾ നിർമ്മിക്കൂ. പച്ച കലർന്ന നിറം, കാലുകൾക്കോ ചുവപ്പ് നിറം, വലുപ്പത്തിൽ ചെറുതെങ്കിലും ജലാശയങ്ങൾക്ക് സമീപം കാണും ഞാൻ, ഇഷ്ടാഹാരം ചെറുമത്സ്യങ്ങൾ, പല നിറത്തിലുള്ള തൂവലുകൾ, ചീച്ചി ശബ്ദം ചൊല്ലും, ഞാനാരെന്ന് പറയാമോ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. പക്ഷികളുടെ സവിശേഷതകൾ ഉൾപ്പെടുത്തിയിട്ട് ഇതുപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? കടങ്കഥകൾ നിർമ്മിക്കാനാണല്ലേ പറഞ്ഞിട്ടുള്ളത് കൂട്ടുകാരെ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഇവിടെ നമുക്കൊരു താറാവിൻ്റെ പിക്ചർ നൽകിയിട്ടുണ്ട് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്താണ്? താറാവിൻ്റെയും ഉണ്ട് കാക്കയും ഉണ്ട് അല്ലേ. 2 പിക്ചർ ഇവിടെ നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഈ രണ്ടിനെയും കുറിച്ച് ഇതുപോലെ എന്ത് ചെയ്യണം? കടങ്കഥ എഴുതാം അല്ലേ. അപ്പോൾ താറാവിനെ കുറിച്ച് നമുക്ക് എന്തൊക്കെ എഴുതാം? പരന്ന കാൽപാദം, പരന്ന ചുണ്ടുകൾ, വെള്ളത്തിൽ നീന്താൻ കഴിയുമെന്ന് എഴുതാം അല്ലേ. ഇനി പല നിറത്തിലുള്ള തൂവലുകൾ, ക്വാക്ക് ക്വാക്ക് ശബ്ദം അല്ലേ. പറക്കാനും നീന്താനും കഴിയും. ഇനി കാക്കയെക്കുറിച്ച് നമുക്ക് എന്തെഴുതാം? കറുപ്പ് നിറം, സസ്യം മാംസവും കഴിക്കും, പരിസരം ശുചീകരിക്കുന്നു, കൂട്ടമായി ജീവിക്കുന്നു,
കട്ടിയുള്ള കൊക്ക് കാക്ക ശബ്ദം പറക്കാൻ കഴിയും? കടങ്കഥയുടെ ഇതുപോലെ എന്ത് ചെയ്യുക, ഇതുപോലെ നിങ്ങൾ കണ്ടെത്തി എഴുതുക. ഓക്കെ, അപ്പോൾ ഇതുപോലെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ എഴുതിയിട്ടൊരു കടങ്കഥ രൂപത്തിലാക്കി എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 3 പരീക്ഷണം തയ്യാറാക്കാം എന്നുള്ളതാണ് അല്ലേ. ഒരു പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് അതിൻ്റെ വായുഭാഗത്ത് ഒരു ഈർക്കിലോ തീപ്പെട്ടിക്കൊള്ളിയോ വയ്ക്കുക. ശക്തിയായി അകത്തേക്ക് ഊതുമ്പോൾ ഈർക്കിൽ പുറത്തേക്ക് തെറിക്കുന്നു അല്ലേ. തെറിക്കുന്നു, എന്തുകൊണ്ടായിരിക്കും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ താഴെ നൽകിയിരിക്കുന്നവർ യോജിച്ച പ്രസ്താവനയോ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കുപ്പിക്കകത്ത് നിലനിൽക്കാൻ സ്ഥലമില്ലാത്തതിനാൽ ഈർക്കിൽ പുറത്തേക്ക് വന്നു. ഇനി കുപ്പി ചെറുതായതിനാൽ ഈർക്കിലിന് അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. കുപ്പിക്കുള്ളിൽ വായു ഉള്ളതിനാൽ ഈർക്കിലിനകത്തേക്ക് കടക്കാൻ സാധിച്ചില്ല. വായു കുപ്പിക്കുള്ളിൽ ഇല്ലാത്തതിനാലാണ് ഈർക്കിൽ പുറത്തേക്ക് പോയത്. അപ്പോൾ ഇതിൽ ഏതായിരിക്കും റൈറ്റ് ആയിട്ട് വരുന്നത്? ശരിയായത് ഏതാണ് ആൻസർ? അതെ, കുപ്പിക്കുള്ളിൽ വായു ഉള്ളതിനാൽ ഈർക്കലിലേക്ക് അകത്തേക്ക് കടക്കാൻ സാധിച്ചില്ല എന്നാണല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കൂ. ശക്തിയായി ഊതുമ്പോൾ ഈർക്കിൽ കുപ്പിക്കകത്തേക്ക് കടക്കണമെങ്കിൽ പരീക്ഷണ ഉപകരണങ്ങളിൽ എന്തൊക്കെ മാറ്റം വരുത്തണമെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ഇനി ചിത്രത്തിൽ നൽകിയിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ച് പരീക്ഷണം തയ്യാറാക്കി കുറിപ്പ് തയ്യാറാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം നമുക്ക്? 2 പ്ലാസ്റ്റിക് കുപ്പി എടുത്ത് എന്ത് ചെയ്യുക, ആണി ഉപയോഗിച്ച് ദ്വാരം ഉണ്ടാക്കുക. എന്നിട്ട് എന്ത് ചെയ്യണം, കത്രിക ഉപയോഗിച്ച് ഒരു ഭാഗം മുറിച്ച് കളയുകയും ചെയ്യുക അല്ലേ. ഇനി പരീക്ഷണത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിഗമനം കണ്ടെത്തി എഴുതുക. എന്തായാലാണ്? കുപ്പിയിൽ വായു ഉള്ളതിനാലാണ് തീപ്പെട്ടിക്കൊള്ളി പുറത്തേക്ക് പോകുന്നത് അല്ലേ. വായുവിന് സ്ഥിതി ചെയ്യാൻ എന്താവശ്യമാണ്? സ്ഥലം ആവശ്യമാണ്. അപ്പോൾ കണ്ടെത്തിയ വിവരങ്ങളും ആവശ്യമുള്ള സാധനങ്ങളും പരീക്ഷണം ചെയ്യുന്ന രീതിയൊക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ ഓരോന്നായിട്ട് എഴുതുക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. 4 ഉത്സവങ്ങൾ പലതരം. സ്കൂൾ പ്രദർശന ഹാളിൽ വിവിധ ഉത്സവങ്ങളുടെ ചിത്ര പ്രദർശനം നടത്തുകയാണ്. 4ാം ക്ലാസ്സിലെ കൂട്ടുകാർ പ്രദർശനത്തിലെ വിവരങ്ങൾ പൂർത്തിയാക്കൽ അവരെ സഹായിക്കൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. തൃശ്ശൂർ പൂരം, ചെണ്ടമേളം, നെറ്റിപ്പട്ടം കെട്ടിയ ആനകൾ, വെടിക്കെട്ട്, കുടമാറ്റം എന്നൊക്കെ നൽകിയിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഓണാഘോഷത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്തൊക്കെ എഴുതാം? ഓണപ്പൂക്കളം എഴുതാം, ഓണസദ്യ, മാവേലി, ഓണക്കളികൾ, അതുപോലെ തന്നെ ഓണപ്പാട്ട്, ഓണക്കോടി, അങ്ങനെ ഒരുപാടുണ്ടല്ലേ. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു 4 ആശയങ്ങൾ നിങ്ങൾ എഴുതിയാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടും. ഓക്കെ, ഇനി ഓണം, തൃശ്ശൂർ പൂരം എന്നിവയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏകവ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് വായിച്ചു നോക്കാം. ഓണം കേരളത്തിൻ്റെ ദേശീയ ഉത്സവമാണ്. പൂരങ്ങളുടെ പൂരം എന്നാണ് തൃശ്ശൂർ പൂരം അറിയപ്പെടുന്നത്. ഇവ രണ്ടും അനുഷ്ഠാന കലാരൂപങ്ങളാണ്. അപ്പോൾ 1ഉം 3ഉം ശരിയാണ്, 1ഉം ശരിയല്ല, 1ഉം 2ഉം ശരിയാണ്, 2ഉം 3ഉം ശരിയാണ്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി കൂട്ടുകാരെ? 1ഉം 2ഉം ശരിയാണ് എന്നുള്ളതാണ് അല്ലേ. ഓക്കെ, ദെൻ പ്രവർത്തനം 5-ൽ 5A 5B എന്നിങ്ങനെ 2 എണ്ണം ഉണ്ടല്ലോ. അപ്പോൾ 1ന് മാത്രം ഉത്തരം എഴുതിയാൽ മതി. ഓക്കെ, 5A നോക്കാം നമുക്ക്. ചിത്രത്തിൽ ഏത് പാത്രത്തിനായിരിക്കും ഭാരം കൂടുതൽ? ടിക്ക് ചെയ്യൂ എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. ചിത്രം 1, ചിത്രം 2. അപ്പോൾ ഇതിൽ ഏതിനായിരിക്കും ഭാരം കൂടുതൽ? അതെ, ചിത്രം 2-നാണല്ലേ. അപ്പോൾ ചിത്രം 2. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം നമുക്ക്. ബലൂൺ 3, ബലൂൺ 2 അല്ലേ. ബലൂൺ യെസ്. അപ്പോൾ എന്താണ് ബലൂൺ 1, ബലൂൺ 2 എന്നല്ലേ. അപ്പോൾ രണ്ടാമത്തെ ബലൂണിൽ വെള്ളം നിറച്ചാൽ വരുന്ന മാറ്റങ്ങൾ ചിത്രീകരിക്കുക എന്നാണല്ലേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങളിവിടെ വരയ്ക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു പിക്ചർ ഇവിടെ കൊടുക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇതുപോലെ ഒന്ന് വരച്ചു നോക്കുക. അപ്പോൾ ത്രാസിൻ്റെ ഘടന, ബലൂണിൻ്റെ വലുപ്പം എന്നിവ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ വരയ്ക്കാനല്ലേ. ഓക്കെ, ഇനി നോക്കൂ. ത്രാസിലും ബലൂണിലും മാറ്റങ്ങൾ വന്നതിൻ്റെ കാരണം എന്തായിരിക്കാം എന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. ബലൂണിൻ്റെ വെള്ളം നിറയ്ക്കുന്നതിനാൽ ബലൂണിൻ്റെ വലുപ്പം കുറയുന്നു. ബലൂണിൻ്റെ വലുപ്പം കുറയുന്നു, ബലൂണിൻ്റെ വലുപ്പത്തിൽ മാറ്റമില്ല എന്ന് പറയുന്നുണ്ടല്ലേ. ഇവിടെ എന്താ സംഭവിക്കുന്നത്? ബലൂണിൻ്റെ വലുപ്പം കൂടുകയാണല്ലേ. എന്താണ്? ബലൂണിൻ്റെ വലുപ്പം കൂടുന്നു. ഓക്കെ, ദെൻ ബലൂണിന് ഭാരം വർദ്ധിക്കുന്നതിനാൽ വെള്ളം നിറച്ച ബലൂണിൻ്റെ വശത്തേക്ക് ത്രാസ് താഴുന്നു, വെള്ളം നിറച്ച ബലൂണിൻ്റെ വശത്തേക്ക് ത്രാസ് പൊന്തുന്നു, വെള്ളം നിറയ്ക്കാത്ത ബലൂണിൻ്റെ വശത്തേക്ക് ത്രാസ് താഴുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? വെള്ളം നിറച്ച ബലൂണിൻ്റെ വശത്തേക്ക് ത്രാസ് താഴുന്നു അല്ലേ. വെള്ളം നിറച്ച ബലൂണിൻ്റെ വശത്തേക്ക് ത്രാസ് താഴുന്നു. ഓക്കെ, ദെൻ പ്രവർത്തനം 5B ആകൃതി മാറുമോ എന്നാണല്ലേ ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, നമുക്ക് നോക്കാം. 5A കൊടുത്തിരിക്കുന്നു. നോക്കൂ, ഇനി എന്താ പറഞ്ഞത്? ചിത്രത്തിൽ കാണിച്ചിട്ടുള്ള കുപ്പിയിലെ പാൽ വലിയ കുപ്പിയിലേക്ക് മാറ്റുമ്പോൾ പാലിൻ്റെ ആകൃതിക്ക് എന്ത് സംഭവിക്കുന്നു അല്ലേ എന്ന് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അപ്പോൾ എന്താ സംഭവിക്കുന്നത്? പാല് സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു അല്ലേ. അപ്പോൾ ഏത് കുപ്പിയിലാണോ അത് ഒഴിക്കുന്നത് ആ പാത്രത്തിൻ്റെ ആകൃതിയിലേക്ക് മാറുകയാണല്ലേ. അപ്പോൾ നമുക്ക് ആൻസർ എന്ത് ചെയ്യാം? പാൽ സ്ഥിതി ചെയ്യുന്ന പാത്രത്തിൻ്റെ ആകൃതി സ്വീകരിക്കുന്നു. ഇനി നോക്കൂ, ചിത്രത്തിലെ മരക്കഷ്ണം വലിയ പാത്രത്തിലേക്ക് മാറ്റുമ്പോൾ മരക്കഷ്ണത്തിൻ്റെ
ആകൃതിക്ക് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നത്? എന്ത് മാറ്റം സംഭവിക്കുക? എന്തെങ്കിലും മാറ്റം സംഭവിക്കുമോ? ഇല്ല അല്ലേ, മരക്കഷ്ണത്തിൻ്റെ ആകൃതിയിൽ എന്താണ് മാറ്റം സംഭവിക്കുന്നില്ല. ഇനി നിങ്ങൾക്കറിയാവുന്ന ഖരാവസ്ഥയിലുള്ള ഏതെങ്കിലും 4 വസ്തുക്കളുടെ പേര് എഴുതിയാൽ മതി അല്ലേ. കല്ല്, ഇരുമ്പ്, ചുറ്റിക, മേശ, അങ്ങനെ ഏതെങ്കിലും 4 പേര് നിങ്ങൾ എന്ത് ചെയ്യുക, എഴുതിയിട്ടുണ്ടാവും അല്ലേ. ഓക്കെ, ഇനി ശരിയായത് കണ്ടെത്തി ടിക്ക് ചെയ്യൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കല്ലിന് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമില്ല, വീർപ്പിച്ച ബലൂണിന് ഭാരമില്ല, പാലിന് ഒഴുകാനുള്ള ശേഷിയുണ്ട്, ഐസ് ക്യൂബിന് നിശ്ചിത ആകൃതിയില്ല. അപ്പോൾ ഇവിടെ എന്താണ് വേണ്ടത്? ശരിയായത് കണ്ടെത്തി എഴുതാനാണ്. അപ്പോൾ ഇതിൽ ശരിയായിട്ടുള്ളത് ഏതാണ്? പാലിന് ഒഴുകാനുള്ള ആകൃതി ശേഷിയുണ്ട് എന്നാണല്ലേ. പാലിന് ഒഴുകാനുള്ള ശേഷിയുണ്ട്. ഓക്കെ ദെൻ ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ ഇത്രയും പ്രവർത്തനങ്ങളായിരുന്നില്ലേ നമുക്ക് എക്സാമിന് ഉണ്ടായിരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? നിങ്ങൾക്ക് എളുപ്പമായിരുന്നില്ലേ? ഓക്കെ കൂട്ടുകാരെ, അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.